ശ്രീ ജ്യോതികുമാർ ചാമക്കാല, പ്രിയങ്ക ഗാന്ധിയുടെ വരവ് പ്രതീക്ഷിതമാണോ? പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ച് പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയത്തിലുണ്ടെങ്കിലും പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല. പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്കുള്ള പ്രിയങ്ക ഗാന്ധിയുടെ വരവ് കോൺഗ്രസിനെ സംബന്ധിച്ച് എന്ത് പ്രതിഫലനം ഉണ്ടാക്കും? അപ്പോൾ ഇതിനെ രണ്ട് തലത്തിൽ നമുക്ക് വിലയിരുത്താം. ഒന്ന്, ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന് ഒരു മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിൽ തർക്കവുമില്ല. രണ്ടാമത്തേത്, പാർലമെൻറ്റിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധി വരുന്നതോടുകൂടി തന്നെ കോൺഗ്രസിൻ്റെ ശബ്ദം കൂടുതൽ ബലവത്താകും എന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. കേരളത്തെ സംബന്ധിച്ച് വയനാട്ടിൽ കോൺഗ്രസിൻ്റെ സുരക്ഷിത സീറ്റ് തന്നെയാണ്. ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ 5 വർഷമായി പ്രതിനിധാനം ചെയ്യുന്ന സീറ്റാണ്. ആ സീറ്റിലേക്ക് തന്നെ അതേ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ വരുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ആ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് നിരാശപ്പെടേണ്ടതില്ല. അവർ ഏതൊക്കെ സാഹചര്യത്തിലാണോ ശ്രീ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചത്, അതേ സാഹചര്യം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകാൻ അതിന് ഏറ്റവും യോഗ്യയായിട്ടുള്ളത് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയാണ് എന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. അവരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി സജീവമായി രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം വളരെ ചടുലമായ നീക്കങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് നേർനിരയിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുവാൻ അവർ കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് UP-യിലെ റിസൾട്ടാണ്. ആ UP-യിലെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് തന്നെ അവിടെ ഒന്നുമില്ലായ്മയിൽ നിന്നും പാർട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ അവർ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും കോൺഗ്രസിനെ സംബന്ധിച്ച് UP-യിലുള്ള ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം ഉൾപ്പെടെ, മാത്രമല്ല റായ്ബറേലിയിൽ ശ്രീ രാഹുൽ ഗാന്ധി വിജയിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ നിന്ന് ജയിച്ചതിനെ സംബന്ധിച്ച് അത് കാണിച്ചത് അനീതിയാണെന്നൊക്കെയുള്ള ആനി രാജ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് കിട്ടുന്ന കൃത്യമായ മറുപടി കൂടിയാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ നാം കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം വളരെ ചടുലമായ നീക്കത്തിലൂടെ എടുത്തിരിക്കുന്ന തീരുമാനം കോൺഗ്രസിനും കേരളത്തിലെ ജനങ്ങൾക്കും ദേശീയ തലത്തിൽ പാർലമെൻറ്റിൽ പ്രതിപക്ഷ കക്ഷികൾക്കും മൊത്തത്തിൽ ഊർജ്ജം പകരുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.